എന്നാണ്. പക്ഷെ മുതിർന്നവരെ വെച്ചപ്പോൾ ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു, ഏറ്റവും നന്നായി നമ്മൾ കൊടുത്തത് ഒന്ന് 3 കാറ്റഗറി ആയിട്ടാണ് മത്സരം സംഘടിപ്പിച്ചത്. എനിക്കും ഈ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ ഈ സമാപനമായതുകൊണ്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇനി ഇതിന്റെ പരിപാടിയാണ് ഇത്. ദേശസ്നേഹി ഗ്രന്ഥശാലയും അതുപോലെ ജില്ലാ സാക്ഷരതാ മിഷനും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസുമായി സഹകരിച്ച് നടത്തുന്ന പരിപാടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടൊരു മത്സരം നടത്തിയിരുന്നു. അപ്പോൾ അതിനു മുമ്പ് ഒരു 3 മാസം മുമ്പ് നമ്മൾ ഭാഷാ വാരാഘോഷവുമായി ബന്ധപ്പെട്ടും പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച് അതിൽ കുട്ടികളൊക്കെ മത്സരിച്ചിരുന്നു. അപ്പോൾ അവർക്ക് സമ്മാനം നൽകാൻ അന്ന് കഴിഞ്ഞിരുന്നില്ല, ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട്. അപ്പം അതും കൂടി പരിഹരിച്ചുകൊണ്ട് ഇന്ന് അതിൻ്റെ സമ്മാനവും വിതരണവും ഇവിടെ നടക്കും. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച വായനാ ദിനത്തിൽ വായനാ മത്സരമായിരുന്നു സംഘടിപ്പിച്ചത്. കൂടാതെ ഇവിടെ SSLC +2 വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ, ഗ്രന്ഥശാലയുടെയും സാംസ്കാരിക വേദിയുടെയും ആയിട്ടുള്ള സമ്മാനങ്ങളും ഈ വേദിയിൽ വിതരണം ചെയ്യും. വരും എന്നോട് അദ്ദേഹം ഉറപ്പിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അടിയന്തരമായിട്ടുള്ളൊരു പരിപാടി, ഈ കളക്ടർമാരെ സംബന്ധിച്ചറിയാലോ, ജില്ലയുടെ ഒരുപാട് ചുമതലകൾ ഉള്ളതുകൊണ്ട് പെട്ടെന്നായിരിക്കും അവർക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. അപ്പോൾ അദ്ദേഹം ഒരു യോഗത്തിലാണ്, അത് കഴിഞ്ഞാൽ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹം വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ പരിശോധിക്കുമ്പോൾ ജ്വലിക്കുന്ന ഓർമ്മയാണ് ഭഗത് സിംഗ്. ആരാ ഭഗത് സിംഗ്? 919 ലാലാജി ബത്രായി അടക്കമുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾക്കെതിരായി ക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ടു ബ്രിട്ടീഷ് പട്ടാളം. എവിടെയാ സംഭവം നടന്നത്? പഞ്ചാബിലെ അമൃത്സറിനടുത്തുള്ള ജാലിയൻ വാലാബാഗ്. ഞാനൊരു നിയമസഭാ അംഗം എന്നുള്ള വിധത്തിൽ എനിക്ക് അവിടെ പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു 5 വർഷത്തിന് മുമ്പ് 2019 ഞാൻ പോയി. അവിടെ പോകുമ്പോൾ ഇതുപോലുള്ള ചെറിയ ചുടുകലുമായിട്ടുള്ള വലിയ കെട്ടിടങ്ങളോട്, ആ കെട്ടിടങ്ങളുടെ എല്ലാം സുഷിരം അവിടെ ഉണ്ട്. 1000കണക്കിന് വെടിയുണ്ട ബ്രിട്ടീഷ് പട്ടാളം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒത്തുചേർന്നിട്ടുള്ള മനുഷ്യന് നേരെയായി ലഗാനമില്ലാതെ തുരുതുര വെടിവെച്ചതിന്റെ വെടിയുണ്ട ചില്ല് പറഞ്ഞിട്ടുള്ള, ഇപ്പോഴും ആ വെടിയുണ്ടയുടെ അംശങ്ങൾ അടയാളപ്പെടുത്തിയുള്ള കെട്ടിടങ്ങളുടെ നിൽപ്പുണ്ട്. എത്ര ആളാ മരിച്ചത്? എണ്ണം തിട്ടമില്ല. മരിച്ചവരൊപ്പം തന്നെ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വെടിയുണ്ടിൽ പരിക്കേറ്റ മൃതപ്രായവരായ ആളുകളെയും അടക്കം ഒരു കിണറിനകത്തേക്ക് എടുത്തിട്ടു. അവിടെയാണ് കേവലം 9 വയസ്സ് 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചുകുട്ടി അവിടെ വന്നിട്ടാണ് ഒരു പിടി മണ്ണ്, ഈ ചോരയും മാംസകഷ്ണവും ചെറിയ മണ്ണ് ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് ബ്രിട്ടീഷുകാരനെതിരായിട്ടുള്ള ശപഥം ചെയ്തുകൊണ്ടുവന്ന ആ കുട്ടിയാണ് ഭഗത് സിംഗ്. ഭഗത് സിംഗിനെ തൂക്കിലേറ്റാൻ വിധിച്ചു ബ്രിട്ടീഷ് പാർലമെന്റിനകത്ത്. ഇന്നത്തെ പുതിയ പാർലമെന്റ് വന്നിട്ടില്ല, പഴയ പാർലമെന്റ് എന്നവരോട് നമ്മളെന്നോട് സന്ദർശിച്ചിട്ടുണ്ട്. സന്ദർശക ഗാലറിയിലെ സ്പീക്കർക്ക് അഭിമുഖമായിട്ടുള്ള സീറ്റിലാണ് ഭഗത് സിംഗ് കൂട്ടാളികൾ വരുന്നത്. അവിടെ ഇരുന്നു കൊണ്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യ വിടണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ലഘുലേഖ വിതരണം ചെയ്ത് പടക്കം പൊട്ടിച്ചത്. അതിനെ കൊലപാതക കുറ്റത്തിന് കേസെടുത്തു.